ആലപ്പുഴ ജില്ലയിലെ എഴുപുന്നയിൽ കരുമാഞ്ചേരി ഗ്രാമത്തിലെ തോമസ് ജോൺ അമ്മിണി ദമ്പതികളുടെ 11ാമത്തെ മകളായിട്ടാണ് ദലീമയുടെ ജനനം. ബാല്യം മുതൽ പള്ളി പ്രവർത്തനങ്ങളിലും കൊയർ ഗ്രൂപ്പിലും സജീവമായിരുന്ന ദലീമ പിന്നീട് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിലൂടെ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയെടുത്തു. നാടകഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും 7000-ഓളം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും പാടിയ ദലീമ ഇന്ന് ജനപ്രതിനിധിയായ ഒരു MLA കൂടിയാണ്. 2001-ലും 2003-ലും പിന്നീട് 2008-ലും നാടകഗാനത്തിനുള്ള സംസ്ഥാന അവാർഡും ദലീമയെ തേടിയെത്തി. തൻ്റെ ദൈവാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ദലീമ പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. പിന്നീട് കല്യാണപ്പിറ്റേന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നീ വരുവോളം പാടാനായിട്ട് എന്നെ വിളിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറായിരുന്നു അതിൻ്റെ ലിറിക്സ്. നീ വരുവോളത്തിലെ ഈ തെന്നലും തിങ്കളും ജോൺസൺ മാസ്റ്ററിൻ്റെ വരികളായിരുന്നു. ഉഗ്രം പാട്ടായിരുന്നു അത്. ഈ തെന്നലും തിങ്കളും പൂക്കളും നീയുമീരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ, അതായിരുന്നു. അപ്പം അത് പാടാനായിട്ട് ചെന്നപ്പോൾ ഞാൻ ഇന്നും അത് ഓർക്കുന്നു. ജോൺസൺ മാസ്റ്ററിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കീബോർഡ് വെച്ച് വായിച്ച് പഠിപ്പിച്ച് നമ്മളെ പഠിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഞാൻ ഭയപ്പാടുകൂടെ ഇതുപോലെ പഴയന്നും ഈ ഗ്രാമവാസി ആയതുകൊണ്ട് എപ്പോഴും ടെൻഷനാണ്. പാടാനൊക്കെ എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്നാലും പാടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്ക് പാടണം, അത് ചിത്ര ചേച്ചിയുടെ. താനേ തെളിയും കൈത്തിരി പോലെ തരളം തേങ്ങും തമ്പുരു പോലെ ശരമുനയിൽ പിടയും കിളിയേ മനസ്സിലെ മൗനം നീ മറക്കൂ, മറ്റൊരു രാഗം നീ പാടൂ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. ചിത്ര ചേച്ചിക്ക് പകരം ട്രാക്ക് പാടാനായിരുന്നു ആദ്യം തന്നത്. അത് പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ സിബി മലയിൽ സാറായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ദലീമ ഞാൻ ഈ പാട്ട് നീ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ വെച്ചിരിക്കുന്ന പാട്ട് വേറെ ഒന്നാണ്, അത് ആ പാട്ട് പാടുക, ഇത് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. അങ്ങനെയാണ് നീ വരുവോളം പാടുന്നത്. നീ വരുവോളത്തിൽ നിന്നാണ് നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി സാറ് കൊണ്ടുപോയി പിന്നെ നമ്മുടെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് പിന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ എന്നെ കൊണ്ടേ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് കൃഷ്ണകുടിയിലെ പ്രണയകാലത്താണ് നിങ്ങളെല്ലാവരും കേട്ടത്. മഞ്ഞുമാസപ്പക്ഷി എല്ലാവരും അത് ഏറ്റെടുത്തു. അത് ഒരു ഹിറ്റായി മാറി എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു മഞ്ഞുമാസപ്പക്ഷി. ഞാൻ പല പ്രാവശ്യവും പാടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പാടിയിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ ഒരു 10-25 ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ അന്ന് പേരും പെരുമയുമുള്ള, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വടങ്ങളിൽ സിനിമയിൽ എനിക്ക് പാടുവാൻ സാധിച്ചു. കാരണം ജോൺസൺ മാസ്റ്ററിൻ്റെ, രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ, വിദ്യാസാഗർ സാറിൻ്റെ, ബേണി ഇഗ്നേഷ്യസ്, പിന്നെ നമ്മുടെ ആരാണ് ഔസേപ്പച്ചൻ മാഷ്, നമ്മളുടെ മോഹൻ സിത്താര മാഷ്, അങ്ങനെ ഒരുവിധപ്പെട്ട വിൽസൺ ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു തെളിവിളക്ക് കൺ തുറക്കുമേ എന്ന് പറയുന്നത് നല്ല ഉഗ്രം പാട്ടത്. ജനുവരി തണുപ്പു രാത്രിയിൽ എന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അതിലൊക്കെ പാടിച്ചു. അതിന് മുന്നേ തന്നെ ജാനകിയമ്മയുടെ പാട്ട് എന്നെ സരിഗ അബു ഇക്ക എന്നെ സരിഗയിൽ എന്നെ പാടിച്ചു. അതൊരു ഹിറ്റായിരുന്നു. ജാനകിയമ്മയുടെ തളിരിട്ട കിനാക്കളും പിന്നെ മഞ്ഞണിപ്പൂ നിലാവ്, കേശാദിപാദം, ജാനകിയമ്മയുടെ തന്നെ താരാട്ട് പാട്ടുകൾ, ജാനകിയമ്മയുടെ തന്നെ പിന്നെ പ്രേതഗാനങ്ങൾ, നിശീതിനിയൊക്കെ എന്ത് ഞാൻ ഈ പാടാത്ത പാട്ടുകളില്ല. അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ കന്നഡയിൽ നിന്ന് അവർ വന്നിട്ട് അവിടെ ഇറങ്ങിയ ജാനകിയമ്മയുടെ കുറേ സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ എന്നെ കൊണ്ടുവന്ന് പാടിക്കുമായിരുന്നു. അതിലൊരു പാട്ടാണ്
ഭാഗ്യലക്ഷ്മി ബാരമ്മ, അങ്ങനെ കുറേ പാട്ടുകൾ പാടിക്കായിരുന്നു. അതുപോലെ ഹാടുത്തികളും നേത്രാവതി കേളി ബന്നി മഞ്ജുനാഥ ദേവനക്ക് ജയ ജയവന്നി എന്ന് പറഞ്ഞ് തെലുങ്കിലും കന്നഡയിലൊക്കെ പാടിച്ചിട്ട് എനിക്ക് അവിടെ പേര് എൻ്റെ പേരല്ല, ദലീമ എന്നുള്ള പേര് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. അവിടെ എനിക്ക് തോന്നുന്ന ഒരു ഹിന്ദു നെയിം വേണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിട്ട വേറെ എന്തൊരു പേരാണ്, ആ പേരിലാണ് അവിടെ എന്നെ അറിയപ്പെടുന്നതായിരുന്നു. അങ്ങനെ ഒത്തിരി പാടി. ആ സമയത്തൊക്കെ ഓടി നടന്ന് പാടുകയായിരുന്നു. 25ഓളം പടത്തിൽ പാടി, 7000ഓളം ക്രിസ്ത്യൻ ഡിവോഷണൽ പാടി, 7000ഓളം. പിന്നെ നാടകഗാനങ്ങൾ ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിലെല്ലാം ഗാനങ്ങൾ പാടി. അന്ന് പ്രഗത്ഭരായിട്ട് നിൽക്കുന്നത് കലവൂർ ബാലൻ മാഷ്, പിന്നെ എന്താ പറയുക, നമ്മുടെ സെബി നായരമ്പലം, നമ്മുടെ വലപ്പാട് മാഷ്, സ്റ്റീഫൻ വലപ്പാട് മാഷ്, പിന്നെ കുമരകൻ രാജപ്പൻ മാഷ്. ഒരുവിധപ്പെട്ട നാടകഗാനങ്ങൾ ഏറ്റവും ആദ്യം പാടുന്നത് നമ്മുടെ പിന്നെ ആലപ്പി രംഗനാഥൻ മാഷിൻ്റെ പാട്ടുകളായിരുന്നു. അപ്പം ഒരുവിധപ്പെട്ട നാടകഗാനങ്ങൾ അത് പാടി. 3 സ്റ്റേറ്റ് അവാർഡ് ആ സമയത്ത് എനിക്ക് കിട്ടി. 2001-ലും 2003-ലും 2008-ലും 3 സ്റ്റേറ്റ് അവാർഡ് നാടകഗാനങ്ങൾക്ക് കിട്ടി. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായൊരു ലോകമായിരുന്നു. അപ്പം സംഗീതത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത ഒരു ലോകം. ധാരാളം പണം, ആവശ്യത്തിന് കാശ് കിട്ടും. റെക്കോർഡിങ് പാടിക്കഴിഞ്ഞാൽ നല്ല പണം കിട്ടും, പൈസ കിട്ടും. ഗാനമേളയ്ക്ക് പോയാൽ ഞാൻ ഒരുപക്ഷെ 25 പ്രാവശ്യമെങ്കിലും ഗൾഫ് നാടുകളിൽ പോയി. ആ സമയത്ത് അമേരിക്കയിൽ 4 പ്രാവശ്യം അമേരിക്കയിൽ പോയി, ലണ്ടനിൽ പോയി, ജർമ്മനിയിൽ പോയി. ഈ പാടുന്നത് കൊണ്ട് ദൈവം കൊണ്ടുപോയി നമ്മളെ എത്തിക്കുകയാണ്. കലാകാരിയായി വളർന്നത് കൊണ്ട് ദൈവം കൊണ്ടുപോയി നമ്മളെ. അല്ലെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ലോകം കാണുക, മറ്റൊരു രാജ്യം കാണാൻ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഒരുപക്ഷെ എൻ്റെ കർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതങ്ങളായിരുന്നു എൻ്റെ ലോകം. എൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളാണ് എന്നെ നയിച്ചത്. ഞാൻ 2012-ൽ ഇതിനിടയ്ക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ നടന്നു. ആ സമയത്ത് എനിക്ക് ശബ്ദം തിരിച്ചു തരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിലാണെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. എനിക്ക് ശബ്ദം ഇനി തിരിച്ചു തരത്തില്ല, കാരണം തൈറോയിഡ് ഗോയിറ്ററായിട്ട് മാറി. ഞാനത് കൊണ്ടു നടക്കുകയാണ്, ഷോളിട്ടിങ്ങനെ മറച്ച് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ 10 വർഷം തൈറോയിഡ് കൊണ്ടു നടന്നത് കൊണ്ട് ഇനി തിരിച്ച് സൗണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു. കാരണം അത് ക്യാൻസർ ആകുവാൻ സാധ്യതയുള്ള ഇതാണ്, അതെടുത്ത് കളഞ്ഞാലും ഞങ്ങൾക്ക് സൗണ്ട് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് കൈവിരിച്ചു നിന്ന് വെളുപ്പിന് 3 മണിക്ക് എന്നും വെളുപ്പിന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സൗണ്ട് ഇല്ലാതെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. എൻ്റെ ജീവിതം അത്ഭുതമാണെന്ന് പറയുന്നതിൻ്റെ ഒരു അത്ഭുതമാണിത്. അങ്ങനെ കൈപിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് അന്ന് ഓപ്പറേഷന് പോകുന്ന ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ ശിബിച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, സിൽവർ ലൈൻ, പോകുന്ന വഴിക്ക് ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അമൃതയിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെ എന്തിനാ ഇനി ഒപ്പീനിയൻ, ഏതായാലും എനിക്ക് സൗണ്ട് തിരിച്ച് കിട്ടത്തില്ല. അന്ന് മനോരമയിൽ നടന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ ഈ തെന്നലും നിങ്ങളും പാടിയിട്ട് ലാസ്റ്റ് പാടുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തീരുമാനിച്ചു, ഉറപ്പിച്ചിട്ടാണ് അത് പാടാൻ പോകുന്നത്. അത് ഈ ഒപ്പീനിയൻ ചോദിക്കാൻ ഏതായാലും കയറിക്കളയാം എന്നപ്പോൾ അവിടെ ഡോക്ടർ ടോം ബാബുവാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രൊഫസേഴ്സ് അവിടെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സാണ് അമൃതയിൽ ഇരിക്കുന്ന ചേച്ചി, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ദൈവം കയറ്റുന്നതാണ് എന്നെ കയറ്റുന്നതാണ്. ഇവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുവാന്ന് ചോദിച്ചു. വെറുതെ എനിക്ക് ശബ്ദം തിരിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ശബ്ദം തിരിച്ചു തരും, 3-ാം ദിവസം ചേച്ചിക്ക് പാടാമെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിങ്ങനെ, ഇതിൽ വിശ്വാസം ഇല്ലേന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എത്രത്തോളമായി. ഞാൻ ആ 3 മണി വെളുപ്പിനെ കൈവിരിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ അമ്മയുടെ ഒരു പാട്ട് എനിക്ക് റെക്കോർഡിങ്ങിന് പാടാൻ പറ്റി, കർത്താവിൻ്റെ പാട്ട് പാടാൻ പറ്റി. പിന്നീട് വീണ്ടും എന്നെ ദൈവം കൈപിടിച്ച് സംഗീതത്തിലേക്കാക്കി. അതിനുശേഷം ആണ് പിന്നെ ഒരു വേർതിരിവാണ് ഈ രാഷ്ട്രീയക്കാരിയായിട്ട് മാറുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജീവിതമെല്ലാം ഒരു അത്ഭുതമാണ്. അത് എപ്പോഴും കർത്താവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ട്.
എനിക്ക് അത്ഭുതമാകുന്ന ഒരു ലോകത്തുകൂടെ ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലേ മുതൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ശക്തി എപ്പോഴും എൻ്റെ പിന്നാമ്പുറങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ പിന്നെ കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിലാണ് ആദ്യമായിട്ട് ഞാൻ ജർമ്മനിയിൽ പോകുന്നത്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ്. അന്ന് റെക്കോർഡിങ്ങിന് ഞാൻ പാടിയിട്ടില്ല. റെക്കോർഡിങ്ങിന് പാടാത്തൊരു കാലഘട്ടത്തിലാണ് കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ജർമ്മനിയിൽ പാടാൻ പോകുന്നത്. അപ്പം അന്ന് വരെ ആ സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എന്നെ എല്ലാവരും കല്യാണം കഴിച്ചൊക്കെ പോയി. എല്ലാവരും കഴിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്തത് ഞാനാണല്ലോ അടുത്ത വിവാഹം കഴിക്കാൻ നിൽക്കേണ്ട ആൾ. എൻ്റെ ബ്രദേഴ്സ് എനിക്ക് ആവശ്യത്തിന് സ്ത്രീധനമൊക്കെ തന്നെ എന്നെ കെട്ടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയവും കൂടെയാണ്. അവൾക്ക് നല്ലൊരു കാര്യം വന്ന് അവളെ നല്ലോണം കെട്ടിച്ചു വിടണം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സോച്ചാനും ഗ്രീച്ചാനും ഒക്കെ കൂടെ എന്നെ ബോംബെ കൊണ്ടുപോയി. അവിടെ ഞാൻ നിൽക്കുകയും അവിടെ നിന്നിട്ട് ഇപ്പം സംഗീതം ഒരു 4 വർഷം പഠിച്ചു കഴിഞ്ഞ് ഗാനപ്രവീണിന് പഠിക്കുന്ന ഒരു സമയം. ആ സമയമാണ് ഞാൻ അവിടെ പോകുന്നത്, ബോംബെ പോകുന്നത്. ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അവിടെ ചെന്ന് എന്നെ അവിടെ ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിപ്പിക്കാനായിട്ട്, നീ ഇപ്പോൾ കുറച്ച് നാൾ ഇവിടെ നിന്ന് ഇത് പഠിക്കും, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പത്രത്തിൽ പരസ്യമൊക്കെ ഇട്ട് കല്യാണം നടത്താനുള്ള തീരുമാനമാണ് അവർ. എന്തോ എനിക്ക് തരും അവർ, അത്രയും അവരെന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സഹോദരങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മനസ്സിലെപ്പോഴും വേദനയാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയും, എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് വിഷമിച്ച് അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ മറ്റ് സഹോദരങ്ങൾ വിവാഹം കഴിപ്പിക്കുവാനൊക്കെ അവരൊരുപാട് വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ വിഷമതകളിലൂടെ സഹോദരങ്ങളെ 4 ഇളയ സഹോദരങ്ങൾ 3 പേരെയും കല്യാണം കഴിപ്പിച്ചു, നല്ല സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു. ഇനി എന്നെയും കൂടെ അവർ ഇതൊക്കെ തന്ന് കെട്ടിക്കാൻ അതുങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ കർത്താവേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും എനിക്ക് ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരു ഗായകനാവണം, എന്നെ ഇഷ്ടപ്പെടുന്ന സംഗീത ലോകം എനിക്കില്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു തീരുമാനം എന്നും കർത്താവിനെ നോക്കി ഞാൻ പറയുമായിരുന്നു. കർത്താവിന് എപ്പോഴും പൂവെക്കുന്നവളായിരുന്നു ഞാൻ. കർത്താവിൻ്റെ നടിയെ കൊണ്ടേ പൂവൊക്കെ വെക്കും. അപ്പം അന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് എൻ്റെ കർത്താവ് ഒന്നെങ്കിൽ നീ ഇറങ്ങി വരണമല്ലേ, എനിക്ക് കല്യാണം വേണ്ട, എൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആരും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട കല്യാണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ ബോംബെ പോയി നിൽക്കുമ്പോൾ അവിടെ എൻ്റെ അച്ചാച്ചന്മാരെ എന്നെ പഠിക്കാനായിട്ട് അയച്ചു. ആ സമയത്താണ് പ്രീ ഡിഗ്രിക്ക് ഇവിടെ വന്ന് കോൾപിംഗ് സൊസൈറ്റി നമ്മുടെ കോളേജിൽ വന്ന് ഗായകരെ അന്വേഷിക്കുന്നത്. ഈ കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ജർമ്മനിയിൽ പ്രോഗ്രാമിന് പോകുവാനായിട്ട്. അന്ന് അവിടെ ഗായകരുണ്ട്. പക്ഷേ അന്നത്തെ നമ്മുടെ പ്രിൻസിപ്പാള് എൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദലീമ എന്നുള്ള ഒരു ഗായിക ഇവിടെ ഉണ്ട്, അവർ നല്ലോണം പാടും, കുട്ടി നന്നായിട്ട് പാടും, ആ കുട്ടിയെ വിളിച്ച് പാടിക്കണം എന്ന് പറയുന്നത്. അപ്പം തന്നെ എന്നെ ഇവിടെ അന്വേഷിച്ചു. ഇവിടെ ഞാനില്ല, ഞാൻ ബോംബെയിലാണ്. അപ്പം എന്നെ വിളിച്ചു. അപ്പം എൻ്റെ അച്ചാച്ചൻ എൻ്റെ സോച്ചാനും ഗ്രീച്ചാനും കൂടെ എന്നോട് പറഞ്ഞു, കൊച്ചെ ജർമ്മനി പോകാനാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്, നിനക്ക് ജർമ്മനി കാണാമല്ലോ. അപ്പം തന്നെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് അയക്കുകയായിരുന്നു എന്നെ. അപ്പം ഞാൻ ഇവിടെ വന്നു. അപ്പം ദൈവത്തിൻ്റെ ഇടപെടലാണത്. ഇവിടെ വന്നു, ഞാൻ നേരെ ജർമ്മനിക്ക് പോയി. അവിടെ വെച്ചാണ് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ എന്താ പറയുക കണ്ടുമുട്ടുന്നതും. അദ്ദേഹം സംഗീതത്തിലൂടെ തിരിക്കുവാൻ ദൈവം എന്നെ ഒരു വഴി നയിക്കുകയാണ്. സംഗീതത്തിലൂടെ എന്നെ വളർത്തുവാൻ ദൈവം ഇടപെടുന്നു. അവിടെ എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹം എന്നെ സ്നേഹിക്കാനും പിന്നീട് ഞങ്ങൾ വിവാഹിതരായി. അതൊരു വലിയ സംഭവം ഇല്ലാത്തൊരു കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിച്ചപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോയി പലയിടത്തും പരിചയപ്പെടുത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക കർത്താവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞില്ലേ, ആ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഇടപെടലിലൂടെ ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ ജോലി തന്നു. ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് കയറി. ടാലൻറ്റ് പബ്ലിക് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ഞാൻ കയറി. അദ്ദേഹം ചോയ്സിൽ മ്യൂസിക് സാറായിട്ട് കയറി ജീവിക്കുവാൻ ആക്കുന്നു ഞങ്ങളെ. അതിനുശേഷമാണ് ഞാൻ ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2012 ആ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ അടുത്ത ഇടപെടൽ. അപ്പോൾ കർത്താവ് ഇടപെട്ടു. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ചർച്ചിൻ്റെ കോണിൽ നിന്ന് പാടിയ എൻ്റെ ദൈവം എന്നെ എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എന്നെക്കൊണ്ട് എന്ത് ചെയ്യിക്കുന്നതും എൻ്റെ ദൈവമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതം. ഇപ്പം കർത്താവ് എൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 2012 തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും എന്നെ പാടാനായിട്ട് എന്നെ ദൈവമാക്കി തീർക്കുകയായിരുന്നു. എനിക്ക് പാടാൻ പറ്റില്ലെന്ന് തോന്നി, കാരണം സൗണ്ടില്ല. അതും അത്ഭുതം, സൗണ്ടില്ല എനിക്ക്.
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് മൂളാൻ പോലും സൗണ്ട് ഇല്ല. അപ്പം ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ സൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് സൗണ്ട് ഇല്ലല്ലോ, പാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ചേച്ചിക്ക് പാടാൻ പറ്റും എന്നാ അവർ പറയുന്നു. ചേച്ചിയുടെ വോക്കൽ കോഡ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ചേച്ചിക്ക് പാടാൻ പറ്റും. 1 മാസമായി പാടാൻ പറ്റുന്നില്ല, മൂളാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾ നോക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതം. ഒരച്ഛൻ എന്നെ വിളിക്കുന്നു, വന്നിച്ച് പറഞ്ഞു ചേച്ചി പാടണം. ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ല അച്ഛാ. അപ്പോൾ ചെറിയ സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് സൗണ്ടില്ല, പാടാൻ പറ്റില്ല. ചേച്ചി എന്നോട് സംസാരിച്ച സൗണ്ടില്ലേ, ഞങ്ങൾക്കത് മതി. എന്നോട് പറയും ഞങ്ങൾക്കത് മതി, ചേച്ചി സംസാരിച്ച സൗണ്ട് മതി. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. മൂളാൻ പോലും പറ്റാത്ത ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറുന്നു. മൈക്കിൻ്റെ മുന്നിൽ ചെല്ലുന്നത് വരെ എനിക്ക് പാടാൻ പറ്റുന്നില്ല, മിണ്ടാൻ സൗണ്ടില്ല. ഞാൻ ഈ വരികളെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കി ഇങ്ങനെ സങ്കടപ്പെടി, കർത്താവിനെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടി. ഞാൻ എങ്ങനെ പാടും ദൈവമേ, എനിക്ക് സൗണ്ട് ഇല്ലല്ലോ, ഞാൻ എങ്ങനെ പാടും എന്ന് പറഞ്ഞു. ഞാൻ ആ 4 വരിയുടെ ഫ്രണ്ടിൽ, എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ കണ്ണുനീരാണ്. ഞാനിങ്ങനെ ഒരു വരികളിങ്ങനെ വിക്കി ഇങ്ങനെ തുടങ്ങി. അപ്പം അവിടെ നിന്ന് കേൾക്കുന്നത് അവരെന്നോട് ഇങ്ങോട്ട് പറയുന്നു, ചേച്ചി അതിമനോഹരമായിട്ടാണ് പാടുന്നതെന്ന് എന്നോട് പറയുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ശബ്ദമില്ലാത്ത ശബ്ദത്തിൽ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിങ്ങല് ഇങ്ങനെ വന്നിട്ട് ഒരുതരം സൗണ്ട്, ഒരു വല്ലാത്ത സൗണ്ട് എന്നിൽ നിന്ന് വരുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്നവർ പറയുന്നു ഞാൻ മനോഹരമായിട്ട് പാടുന്നു എന്ന്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഞാൻ പാടി, അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി പാടി. ലണ്ടനിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഏതായാലും നാട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇലക്ഷന് എന്നെ വിളിക്കുന്നത്. അതിനു മുന്നേ ഈ ഇലക്ഷനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ രാഷ്ട്രീയം എന്താണെന്നറിയാൻ പാടില്ല. CPI-യോ CPM-ഓ BJP-യോ കോൺഗ്രസ്സോ ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ വോട്ടിൻ്റെ സമയമാകുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് തിരിച്ചു വരുന്നു. പഞ്ചായത്ത് അറിയില്ല, ബ്ലോക്കിൽ പോകണ്ട, ജില്ലാ പഞ്ചായത്തിലോട്ട് പോകണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ എൻ്റെ അമ്മ, ഒരു കഥയുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് നല്ലത് ചെയ്യുന്നവളായിരുന്നു. ഞങ്ങൾ കുറേ ഇല്ലായ്മകൾ ഉണ്ടായ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. പണ്ടെങ്ങോ, ഞാനത് കവിതകളിലൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടെങ്ങോ ആനയും കൊമ്പും കുഴലൂത്തും ഉണ്ടായി എന്നത് സത്യമതാകിലും സ്വത്തുക്കൾ പണ്ടുണ്ടായിരുന്നു. ഉടുതുണി മാറാതെ എൻ്റെ ജന്മം പിറവിയെടുത്തെന്ന് വലിയൊരു വീട്ടിലായി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ ഏറെ പ്രതാപികളെങ്കിലും കണ്ടനുകമ്പ ചൊരിഞ്ഞില്ലൊരുത്തനും, ബന്ധം പറയുവാൻ വല്ലാതെ ക്ലേശിച്ചു കണ്ടില്ല എന്ന് നടിച്ചു നടന്നവർ, എച്ചില് പോലും കൊടുക്കുവാൻ ശുഷ്കിച്ച അത്ര ധനാട്യരാണ് ഏറെയും ബന്ധങ്ങൾ എന്ന് അന്ന് ഞാൻ എഴുതി വെച്ചിരുന്നു. കാരണം അത്രയും വിഷമതകൾ ഞങ്ങൾ കുടുംബം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ബന്ധങ്ങളെല്ലാം പ്രതാപികളായിരുന്നു. പക്ഷേ ബന്ധങ്ങളെല്ലാം അവർ തിരിഞ്ഞു നോക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അവർ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, കാരണം അവർ സമ്പാദിക്കുന്ന അവർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. പക്ഷേ എങ്കിലും ആരെങ്കിലും നമ്മളിൽ കനിയുവാൻ അന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലാണ് ഈ കവിതകൾ എഴുതി വെച്ചത്. അപ്പം എന്നിട്ടും ആ ദുഃഖകരമായ അവസ്ഥകളിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മറ്റുള്ളവരുടെ മേടിച്ചു അമ്മ കൃഷി ചെയ്യുമായിരുന്നു. കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു. കൃഷിയിടങ്ങളിൽ വളരുന്ന സാധനങ്ങൾ ഓണത്തിനും വിഷുവിനും എന്തിനാണെങ്കിലും പറിച്ച് മക്കളുടെ കയ്യിൽ അമ്മ അയൽപ്പക്കത്തൊക്കെ കൊടുക്കുവാൻ തന്നുവിടുമായിരുന്നു. ഒരുപക്ഷെ അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം അമ്മ ആ സമയത്തും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന വലിയ ഹൃദയമുള്ളവളായിരുന്നു. അതായത് വിശന്ന് പൊരിഞ്ഞിരുന്നാലും തൊട്ടടുത്തിരിക്കുന്ന പൂച്ചക്കോ പട്ടിക്കോ പോലും അമ്മ ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അയൽപ്പക്കത്ത് എല്ലായിടത്തും. പിന്നീട് എൻ്റെ സഹോദരങ്ങൾ ബോംബെയിലൊക്കെ പോയി, അമ്മയുടെ ആൾക്കാരൊക്കെ ബോംബെയിലായിരുന്നു. ഞങ്ങൾ രക്ഷപ്പെട്ട് ബോംബെയിൽ എൻ്റെ ബ്രദേഴ്സൊക്കെ ആവശ്യത്തിന് പണമൊക്കെ ഉണ്ടാക്കി ബോംബെയിൽ പോയി കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ നിന്ന് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്ന പണം അപ്പോഴും അമ്മ ഓരോ വീടുകളിലും ഇത്ര കൊടുക്കുമായിരുന്നു. അമ്മയ്ക്ക് പിന്നെ ക്യാൻസർ വന്നാണ് മരിച്ചതെങ്കിലും വീടുകളിൽ അമ്മ പല വീടുകളിലും സഹായിച്ചിരുന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, മകളെ അമ്മ ഇങ്ങനെ ഇന്ന വീടുകളിലൊക്കെ പണം കൊടുത്ത് സഹായിക്കുമായിരുന്നു, അവരെയൊക്കെ സഹായിക്കണേ എന്നമ്മ കിടക്കുന്ന കിടപ്പിൽ പറയുമായിരുന്നു. അപ്പം അത്രയും ഹൃദയം അലിവുള്ളവളായിരുന്നു അമ്മ. ആ ഹൃദയ അലിവ് മക്കളിലുമൊക്കെ ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സോച്ചാനൊക്കെ ഒരുപാട് നല്ലത് ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. ഗ്രീച്ചാനും പ്രീതമ്മ ഒക്കെ, എൻ്റെ ചേച്ചിമാരൊക്കെ എല്ലാവർക്കും വലിയ അലിവുള്ളവരാണ്. നമ്മുടെ വീട്ടിലുള്ളവർ പലരും അലിവുള്ളതാണ്. അമ്മയുടെ അലിവ് അവരുടെ ഹൃദയങ്ങളിലുണ്ട്.
ഞാനിപ്പോൾ തുടക്കം മുതൽ എല്ലാം എൻ്റെ അനുഭവങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു. ഇനിയും ഉണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവാനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്കുള്ളത്. ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം എന്നെ നയിക്കുന്നതും ദൈവാനുഭവങ്ങളും ആണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. എൻ്റെ ജീവിതം തന്നെ അത്ഭുതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിലേക്ക് നയിച്ച നമ്മൾക്ക് പ്രാർത്ഥന എന്നും എല്ലാവർക്കും കൂട്ടായിട്ട് വേണം. എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയും വേണം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവമാണ്, ദൈവത്തിനപ്പുറം നമുക്കൊന്നുമില്ല. നമ്മളത് പഠിക്കുന്നതന്നെ എന്താ പറയുക, നമ്മളുടെ വേദപാഠത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എന്താണ് ഏറ്റവും വലുത് ദൈവം, ദൈവത്തിനുള്ള സ്ഥാനം ഏറ്റവും വലുത്, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം. അപ്പോൾ അതിലൂടെ നമ്മൾ അതിലൂടെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരനർത്ഥവും നമ്മുടെ മുന്നിൽ സംഭവിക്കില്ല. നമ്മൾ ദൈവികമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഏതായാലും ആ ദൈവം നമ്മളെ നയിച്ചു. എന്നെയും നിങ്ങളെയും ഒക്കെ ഇന്ന് നയിക്കുന്നത് മറ്റുള്ളവരെ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ആരുടെയും വേദനകൾ നമ്മൾക്ക് മഹത്വമായിട്ട് എടുക്കാതിരിക്കുക. മറ്റുള്ളവൻ വേദനിക്കുമ്പോൾ അതൊരു മഹത്വമാണ്, അതൊരു വലുതാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കാതിരിക്കുക. അവർ സങ്കടപ്പെടുന്നത് അവരുടെ ഏറ്റവും വലിയ ദൈന്യമായിട്ടുള്ള അവസ്ഥകളിലാണ് എന്ന് ചിന്തിച്ച് കരുണയോടുകൂടെ അവരോട് പെരുമാറാൻ പഠിക്കുക. അതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ നമ്മളുടെ ദൈവവും നമ്മളെ എന്നും നല്ലതായിട്ട് നയിക്കും. അതിൽ നിങ്ങളെല്ലാവരെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ചൊരിയണം. എൻ്റെ പാട്ടുകൾ എല്ലാവരും ഇനിയും പാടുവാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവണമെന്നല്ല പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊക്കെ ഉണ്ടാവണം. രാഷ്ട്രീയത്തിനപ്പുറം സംഗീതത്തിലൂടെ കല ഈശ്വരനാണ്. സംഗീതം എല്ലാവരുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാവരെയും സംഗീതത്തിലൂടെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പാടുവാനായിട്ട് നമ്മുടെ ശബ്ദം അടഞ്ഞു പോകാത്ത ഒരു തൊണ്ട എന്നും തരണേ എന്ന് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എപ്പോഴും കർത്താവിന് വേണ്ടി കൊയറിൽ പാടുവാൻ ആഗ്രഹിക്കുന്നവളാണ്. ഞാൻ റെക്കോർഡിങ്ങിന് പാടിയിട്ടുണ്ടാകും, സിനിമയിൽ പാടിയിട്ടുണ്ടാകും. പക്ഷേ പള്ളി കൊയറിൻ്റെ മഹത്വം ഞാൻ ഇന്നും ഒന്നിനും കൽപ്പിച്ചിട്ടില്ല. പള്ളിയുടെ ആ മൂലയിൽ നിന്ന് പാട്ട് പാടുവാൻ എന്നും ആഗ്രഹിക്കുന്നവളാണ്. ഞാൻ പാടാൻ ചെന്നാൽ ഞാൻ സിനിമയിൽ പാടിയത് കൊണ്ട് അവരെനിക്ക് വേണ്ടി പാട്ട് മാറ്റിവെച്ച് അതുങ്ങൾ പാടാൻ പറ്റാത്തവരായിട്ട് തീരുമോ എന്നൊരു സംശയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് പള്ളിയിൽ ചർച്ചിൽ കൊയറിൽ പാടുന്നവരുടെ നടുക്ക് പോയി നിൽക്കാത്തത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം പള്ളിയിൽ പാടുന്നത് തന്നെയാണ്. ഏതായാലും എന്നും ദൈവത്തെ സ്തുതിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടങ്ങളിൽ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാർ ദൈവം എന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് കുർബാന. ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും പ്രാർത്ഥിക്കുവാനായിട്ട്. ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയും കൂടിയാണ് നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അപ്പോൾ ഏതായാലും അവരോടുകൂടെ നമ്മുടെ ഹൃദയത്തെയും കൂടെ ചേർത്ത് വെച്ച് എന്നും ദൈവീക അനുഭവങ്ങളിലൂടെ, അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും പ്രാർത്ഥന എന്നുള്ളത് എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാവണം.